അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്നയിടം തേടുകയാണോ? ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ചേരുന്ന ആനമല ഹോം സ്റ്റേസിലേക്ക് സ്വാഗതം. തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം. പ്രകൃതിയോടിണങ്ങി മനസ്സ് നിറഞ്ഞ് ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9035290919. SSLC +2 വിദ്യാർത്ഥികളെ ആദരിച്ച് ചേലക്കര 13-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി. ആദരണീയം 2026 ശ്രദ്ധേയമായി. ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചേലക്കര 13-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ മുഴുവൻ വിദ്യാർത്ഥികളെയും ആദരിക്കുന്നതിനായി സംഘടിപ്പിച്ച ആദരണീയം 2026 അനുമോദന സമ്മേളനം ശ്രദ്ധേയമായി മാറി. വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ നേട്ടങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്കും തൊഴിൽ രംഗത്തേക്കുമുള്ള പ്രചോദനം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ചേലക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചപ്പോൾ പ്രൊമോട്ട് ചെയ്തില്ലേ നിങ്ങളെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ? അപ്പൊ ഈ ഏകദേശം ഒരു മനുഷ്യന് ഒരു പ്രസംഗം കേൾക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു പരിമിതിയുണ്ട്. ഇങ്ങനെ ചില പരിപാടികൾക്ക് പോകുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ടൊക്കെ ആണെങ്കിൽ ഒരു ബ്രേക്ക് കൊടുക്കും, ഒന്ന് നീട്ട് നിൽക്കാൻ പറയും, ഒന്നിങ്ങനെ ഇങ്ങനെ കാണിക്കാൻ പറയും, ഒന്നങ്ങനെ. അപ്പം നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ അത് ശരിക്കും ഗ്രാസ്പ് ചെയ്തിട്ടായിരിക്കുന്നതെന്ന് ഞങ്ങൾ വന്നപ്പോൾ മനസ്സിലായി. ഞാൻ നിങ്ങളെ ഓരോരുത്തരും ശ്രദ്ധിച്ചിരുന്നു. ഞാൻ സാധാരണ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് സംസാരിക്കും. അപ്പം എനിക്ക് നിങ്ങളുടെ മുഖത്ത് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കും മതി, അത് നിർത്തുക നല്ലത് എനിക്കപ്പോൾ തോന്നുന്നു. സത്യം തന്നെയാണ് നിർത്തുക. ഞാൻ അങ്ങനെ നോക്കിയിട്ടാണ്. ഇപ്പം ഞാൻ കോൺവെന്റിൽ ഇപ്പോൾ കോൺവെന്റിൽ ഇന്നലെ ഇപ്പോഴത്തെ പരിപാടിയൊക്കെ ആരെങ്കിലും ഉണ്ടായിരുന്നു. ഞാൻ ഇതിൽ സംസാരിച്ചില്ല. ശ്രദ്ധിച്ചോ? വളരെ കുറച്ച് സംസാരിച്ചു. അപ്പോൾ എനിക്കതാ നോക്കിയപ്പോൾ കുറച്ച് കുട്ടികളേ ഉള്ളൂ. മാത്രമല്ല അവരത് ഗ്രാസ്പ് ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ എൻ്റെ സമയം ഞാൻ കളഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സാധാരണ സംസാരിക്കുന്ന കുറേ കാര്യങ്ങളും ഉദ്ദേശിച്ചിരുന്നു. സംസാരിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടായിരുന്നില്ല. 13-ാം വാർഡ് മെമ്പർ മിനി ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു. ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ അവരുടെ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KP ഷാജി, മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സഹകരണ സംഘം പ്രസിഡന്റ് അജിത് റാണിക്കൽ, നമ്മുടെ മുൻ മെമ്പർ കേശവേട്ടൻ, 4-ാം വാർഡ് മെമ്പർ ഗീതാ ഉണ്ണീഷ്ണൻ, ഷിജിത്ത്, സ്വാഗതം പറഞ്ഞ ഷിജിത്ത്, അനിയേട്ടൻ, നയനാസത്യൻ. ചടങ്ങിൽ ഷിജിത്ത് സ്വാഗത പ്രസംഗം നടത്തി. തുടർന്ന് ചേലക്കര മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് അജിത് താനിക്കൽ വിദ്യാർത്ഥികൾക്കായി നയിച്ച കരിയർ ഗൈഡൻസ് ക്ലാസ് ഏറെ ശ്രദ്ധേയമായി. ഉന്നത വിദ്യാഭ്യാസ സാധ്യതകൾ, മത്സര പരീക്ഷകൾ, ആധുനിക തൊഴിൽ മേഖലകളിലെ പുതിയ അവസരങ്ങൾ എന്നിവയെക്കുറിച്ച് അദ്ദേഹം വിദ്യാർത്ഥികളുമായി വിശദമായി സംവദിച്ചു. എന്റെ ആഗ്രഹം എനിക്ക് ഇന്നതാവണം എന്ന് ആഗ്രഹിച്ചിട്ട് എടുത്തതാണോ അത് ആരെങ്കിലും അച്ഛനോ അമ്മയോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേട്ടിട്ട് എടുത്താണോ? അല്ല, സ്വന്തം ചെയ്തിരിക്കുന്ന എല്ലാവരും സ്വന്തം ഇഷ്ടപ്രകാരം എടുത്തതാണ് ആണോ? എന്റെ SSLCക്കുള്ള മാർക്ക് കുറവായതുകൊണ്ട്, എനിക്ക് കിട്ടിയ SSLCക്ക് കിട്ടിയ മാർക്ക് കുറവായതുകൊണ്ട് ഞാൻ വിചാരിച്ച അഡ്മിഷൻ കിട്ടിയില്ല. എനിക്ക് കിട്ടിയത് കൊമേഴ്സ് ആണ്, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയത് എക്കണോമിക്സ് ആണ്, എനിക്ക് കിട്ടിയത് വേറെ ഏതെങ്കിലും സ്ട്രീമാണ് എന്ന രീതിയിൽ എടുത്ത എല്ലാവരും ഇടുന്നു. എന്റെ പഠിച്ച മാർക്ക്, അതായത് SSLCക്ക് എനിക്ക് പഠിച്ച മാർക്ക് കുറവായതുകൊണ്ട് ഞാൻ വിചാരിച്ച ക്ലാസ്സിൽ ഞാൻ വിചാരിച്ച കോഴ്സ് കിട്ടിയില്ല എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല, 100% ഇല്ല. ഉറപ്പാണോ? അവരവർ വിചാരിച്ച ആഗ്രഹിച്ച അതേ കോഴ്സ് തന്നെ നിങ്ങൾക്ക് കിട്ടി. മേ ബി കോളേജ് മാറിക്കാണും, അല്ലെങ്കിൽ സ്കൂൾ മാറിക്കാണും. അസംബ്ലിയിൽ കിട്ടുന്ന വിചാരിച്ചു, അത് കിട്ടിയില്ല, പാലാളാണ് കിട്ടിയത്, അല്ലെങ്കിൽ പാലാൾ വിചാരിച്ചു അസംബ്ലിയിൽ കിട്ടി, അങ്ങനെ മാറിക്കാണും. പക്ഷെ വിചാരിച്ച കോഴ്സ് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയത് ആണോ? തുടർന്ന് പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് അനുമോദന മെഡലുകൾ വിതരണം ചെയ്തു. യുവതലമുറയിൽ വായനാശീലം വളർത്തുക എന്ന ഉദാത്തമായ ലക്ഷ്യത്തോടെ മഹാത്മാഗാന്ധിയുടെ ആത്മകഥയായ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ, ജവഹർലാൽ നെഹ്റു മകൾ ഇന്ദിരാഗാന്ധിക്ക് എഴുതിയ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്നീ പ്രശസ്തമായ പുസ്തകങ്ങൾ ഓരോ വിദ്യാർത്ഥിക്കും സമ്മാനമായി നൽകി. സമ്മേളനത്തിൽ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KP ഷാജി, 4-ാം വാർഡ് മെമ്പർ ഗീത ഉണ്ണികൃഷ്ണൻ, മുൻ വാർഡ് മെമ്പർ TA കേശവൻകുട്ടി, വാർഡ് പ്രസിഡന്റ് രാജേഷ്, വാർഡ് സെക്രട്ടറി ലത്തീഫ് എന്നിവർ പങ്കെടുത്തു. വിദ്യാർത്ഥികൾക്ക് ആശംസകൾ നേർന്നു.
സമൂഹത്തിന്റെ പുരോഗതിക്ക് വിദ്യാഭ്യാസം ഏറ്റവും വലിയ കരുത്താണെന്നും വിദ്യാർത്ഥികൾ ഇനിയും കൂടുതൽ ഉയരങ്ങൾ കീഴടക്കട്ടെ എന്നും അവർ ആശംസിച്ചു. പരിപാടിയുടെ ഭാഗമായി ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണന് സ്നേഹോപഹാരമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രചിച്ച ആദം നീ എവിടെയാകുന്നു എന്ന പുസ്തകം സമ്മാനിച്ചു. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ജനപ്രതിനിധികളും സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത ഈ ചടങ്ങ് വാർഡിലെ വിദ്യാഭ്യാസ മികവിനെ ആദരിക്കുന്ന മികച്ചൊരു മാതൃകയായി മാറി. എന്താവണമെന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കുറിച്ച് വെച്ചിട്ടുണ്ടാവും. എനിക്ക് ഇന്നതാവണം, അല്ലെങ്കിൽ എനിക്ക് ഡോക്ടർ ആവണം, അല്ലെങ്കിൽ നേഴ്സ് ആവണം, അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണം എന്നൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വളരെ കാഴ്ചപ്പാടോട് കൂടി തന്നെയാണ് നിങ്ങൾ ഇന്നിവിടെ എത്തിച്ചേർന്നത്. അങ്ങനെ ആവാനുള്ള ഒരു തുടക്കം സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി നിങ്ങൾ കുട്ടികളുടെ എങ്ങനെയാവണം നിങ്ങളുടെ മുന്നോട്ടുള്ള വിദ്യാഭ്യാസത്തിൽ മുന്നോട്ടുള്ള പ്രയാണം എന്നൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായി ഒരു ക്ലാസ് നമ്മുടെ പ്രിയപ്പെട്ട അജിത്ത്, അദ്ദേഹം ഇതുപോലെ തന്നെയുള്ള ക്ലാസ്സുകളൊക്കെ എടുക്കാൻ പോകുന്ന വ്യക്തിയാണ്. നമ്മുടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ്. അതോടൊപ്പം തന്നെ ഒരു മൾട്ടിപർപ്പസ് സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റ് കൂടിയാണ്. ന്യൂസ് ഡെസ്ക് CCV.